അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വേവേനെ കണ്ട് നെയ് അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, നമുക്കിന്ന് നേരത്തെ പോകാം. നിന്റെ സാധനങ്ങളെല്ലാം അപ്പാർട്ട്മെൻറ്റിൽ നിന്നും എടുത്ത് എൻ്റെ വീട്ടിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ ഇനി എൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് താമസം മാറ്റുകയാണ്. അതിൽ വേവേ പറയും, അതൊന്നും വേണ്ട, നീ വരണമെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അങ്ങനെ വേവേ അവളുടെ ഫ്ലാറ്റിലോട്ട് തന്നെ വന്ന് എറിക്സിൻ്റെ റൂമിൽ പോയി നോക്കും. അവൾ അവിടെ കാണുന്നില്ല. അതിൽ വേവേ തിരിച്ചു വന്ന് അവളെ സാധനങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വരികയാണ്. എന്നിട്ട് അവൾ സങ്കടത്തോടെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും. അങ്ങനെ അവൾ പുറത്തോട്ട് ഇറങ്ങി ഫുഡ് പാത്തിലൂടെ ലഗേജും വലിച്ചുകൊണ്ട് പോകാണ്. അപ്പോഴാണ് നമ്മുടെ ഷാവോൻ്റെ വരവ്. അവൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ട് അവൻ ഹാപ്പിയായി. അപ്പോൾ ഇവിടെ തന്നെയാണല്ലേ അവളുടെ താമസം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് വരും. മിസ് ലൂ വേവേ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. അവളാണെങ്കിൽ അവനെ കണ്ടു ഒന്ന് അത്ഭുതത്തോടെ, ഷെൻഷെ എൻ്റെ ഗെയിമിലെ പേരാണ്. എൻ്റെ ശരിക്കുമുള്ള പേര് ഷാവോ സിയാങ്. നിനക്കെന്നെ ഷാവോ എന്ന് വിളിക്കാം. നീ എവിടേക്കാ പോകുന്നത്? ഞാൻ ലിഫ്റ്റ് തരാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഏയ് അതൊന്നും കുഴപ്പമില്ല. ശരിയാ, നമുക്കിടയിൽ ഗെയിമിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും നല്ല ഫ്രണ്ട്സ് അല്ലേ? ഗെയിം കൊണ്ടല്ല, എനിക്ക് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൾ പോകുകയാണ്. പക്ഷെ അവളെ പിന്നാലെ അവൻ വന്നിട്ട് ചോദിക്കും, നിന്റെ ശരിക്കുമുള്ള പേരെന്താ? ഇനിയും നമ്മൾ കാണുകയാണെങ്കിൽ ലൂവേവേ എന്ന ഗെയിമിലെ പേരും വിളിച്ച് നടക്കുന്നത് ശരിയല്ലല്ലോ. അതിൽ അവൾ പറയും, നമ്മൾ ഇനി അതിന് കാണാനൊന്നും പോകുന്നില്ല. ആക്ച്വലി എനിക്ക് എറിക്സി പറഞ്ഞു തന്നിട്ടുണ്ട് നിന്റെ പേര് എന്ന് അവൻ കള്ളം പറയും. പിന്നെ നിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഫുള്ളും അവൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അത് കേട്ട് അവൾ ഒന്ന് സ്റ്റെക്കാകും. എന്നിട്ട് അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. അപ്പോൾ അവൾ എൻ്റെ സർനെയിം ലൂ എന്ന് വരെ പറഞ്ഞു തന്നോ? അത് കേട്ട് അവന് മനസ്സിൽ പറയും, ഓ അപ്പം നിന്റെ സർനെയിം ലൂ ആണല്ലേ. എന്നിട്ട് അവൻ പറയും, പിന്നെ അതൊക്കെ എപ്പോഴോ എനിക്കറിയാം. എന്നാൽ അത് കേട്ട് വേവേ ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കും. നീ എന്തിനാ അതിന് ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ പിന്നാലെ വരുന്നുണ്ട്. നീ ഇങ്ങനെ ഫുള്ള് ലഗേജും തൂക്കി നടക്കാനാണോ പ്ലാന്? നീ മടിക്കാതെ ഈ വണ്ടിയിലോട്ട് കയറിക്കേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. സോ നിൻ്റെ കൂടെ ഞാൻ വന്നെന്ന് വിചാരിച്ച് നിനക്ക് പ്രത്യേകിച്ചൊരു മെച്ചമൊന്നും ഉണ്ടാകില്ല. അത് കേട്ട് അവൻ ദേഷ്യം പിടിച്ചിട്ട്, നിൻ്റെ ബോയ് ഫ്രണ്ട് മിസ്റ്റർ നേക്സിയോയോ? അവൻ ഞങ്ങളുടെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റും ചോദിച്ചു വന്നിരുന്നു. ചീള കോളേജ് പിള്ളേർ. അത് കേട്ട് വേവ് സ്റ്റെക്കായിട്ട് അവനോട് പറയും, നീ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, നിന്റെ കമ്പനി സെനിടെക് ആണല്ലേ? അവൻ അഭിമാനത്തോടെ അതെ എന്ന് തല കുലുക്കും. ഫെങ്ടൺ ടെക് ആ ഗെയിമിൻ്റെ സെക്കൻഡ് വേർഷൻ ഉണ്ടാക്കാൻ പറഞ്ഞ കമ്പനി ഒന്ന് സെനിടെക്കും ഒന്ന് ഷീടെക്കുമാണ്. അപ്പോൾ പിന്നെ കാലിബറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും അത്ര വ്യത്യാസമൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. ഇനി എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം, അവൻ ഷീടെക്കിലെ ഹെഡ് പ്രോഗ്രാമർ ആൻഡ് ഹെഡ് സ്ട്രാറ്റജിസ്റ്റാണ്. എന്നാൽ സെനിടെക്കിലെ നിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് കേട്ട് അവൻ്റെ മിണ്ടാട്ടമൊക്കെ പോയി. പ്രത്യേകിച്ചൊരു റോളൊന്നുമില്ലല്ലോ. അത് കണ്ട് വേവെ ചിരിച്ചോണ്ട് പറയും, താങ്ക് യു മിസ്റ്റർ ഷാവോ, അന്ന് നിങ്ങൾ നെയ്ക്ക് ആ ഓഫർ കൊടുക്കാത്തതിൽ എന്നും പറഞ്ഞ് അവൾ ഒരു ടാക്സിയും വിളിച്ച് അവിടെ നിന്ന് പോകും. അതൊക്കെ കണ്ട് ഷാവോ ചിരിച്ചോണ്ട് പറയും, ആ ഗെയിമിലെ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് റിയൽ ലൈഫിലും, വെരി ഇൻട്രസ്റ്റിംഗ് എന്നും പറഞ്ഞ് അവനും പോകും. അങ്ങനെ വേവേ നെയ്ൻ്റെ വീട്ടിലോട്ട് വരികയാണ്. നെയ് അവൾക്ക് ഡോറൊക്കെ തുറന്ന് കൊടുത്ത് അവളെ ലഗേജൊക്കെ പിടിച്ച് കയറ്റി. എന്നിട്ട് അവൾക്ക് അലമാര തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഞാൻ ഇതിൻ്റെ പകുതി സ്ഥലം നിനക്ക് വേണ്ടി ഒഴിച്ചു തന്നിട്ടുണ്ട്. നിൻ്റെ സാധനങ്ങളെല്ലാം ഇതിലോട്ട് മാറ്റിയേക്ക്. അങ്ങനെ അവൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണേ. അതിൽ വേവേ ചോദിക്കും, നിനക്ക് ശരിക്കും താമസം മാറണോ? യെസ്, മാറണം. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസും ഇല്ല. ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ കിടക്കേണ്ടി വന്നേനെ. അത് കേട്ട് വേവേ ചിരിക്കുകയാണ്. അങ്ങനെ അവർ അങ്ങോട്ട് പോകും. പക്ഷേ അവിടെ പൈപ്പ് ലീക്കായി ഫുള്ള് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നെയ്ൻ്റെ പാരൻസ് ആണെങ്കിൽ അവിടെയും ഇല്ല. അവർ വെള്ളം വരുന്നത് കണ്ടിട്ട് ഓടി ഉള്ളിൽ കയറും. അതിൽ നെയ് വേഗം ഒരു ബോക്സ് എടുത്തിട്ട് ടേബിളിൽ വെച്ചിട്ട് പ്ലംബറിനെ വിളിച്ച് പറയും, നാളെ പ്ലംബർ വന്ന് റെഡിയാക്കും. ഭാഗ്യത്തിന് നമ്മൾ എത്തിയതുകൊണ്ട് ഈ ബോക്സ് നനയാതെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പ്രൊഫസർ സിയോക്ക് ജീവിതകാലം മൊത്തം സങ്കടപ്പെട്ടിരിക്കാൻ ഒരു കാരണമായേനെ. നമുക്കിതെല്ലാം ഇവിടുന്ന് എടുത്ത് എൻ്റെ വീട്ടിലോട്ട് തന്നെ മാറ്റാം. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും നെയ്ൻ്റെ വീട്ടിൽ തന്നെ എത്തി. നെയ് ഡാഡിനോട് സംഭവിച്ചതൊക്കെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വേവെ കളിയാക്കി ചോദിക്കും, അപ്പോൾ പാരൻസിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഇനി ഓഫീസിൽ പോയി ഉറങ്ങാനാണോ പ്ലാന്? അത് കേട്ട് നെയ് പറയും, ഒരിക്കലുമല്ല. ഇതൊക്കെ വളരെ വില കൂടിയ പെയിൻറ്റിങ്സും എൻ്റെ ഡാഡിൻ്റെ അമൂല്യമായ സാധനങ്ങളൊക്കെയാ. ഇതൊക്കെ നിന്നെ ഇവിടെ ഏൽപ്പിച്ച് പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ ഉണ്ടാകും എന്നും പറഞ്ഞ് അവൻ ആ പെട്ടിയും എടുത്തു പോകും. അങ്ങനെ നൈറ്റിൽ അവർ ഇന്നലത്തെ പോലെ തന്നെ, നെയ് സോഫയിലും വേവേ ബെഡിലും. അവനാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് വേവേ കൺകുളിർക്കെ കണ്ട് ചിരിക്കുകയാണ്. ഇനി ഇവിടെ കാവോ ഫോൺ എടുത്ത് എറിക്സി അന്ന് അയച്ചു കൊടുത്ത വീഡിയോ ഒക്കെ കണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് മെസ്സേജ് അയക്കും, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഞാൻ ഗെയിമിൽ നീ എന്നെ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാത്തു നിൽക്കാം. ഞാൻ നിന്നോട് ചെയ്തതിന് പകരമായി നീ എന്നെ ഒരു 100 തവണയെങ്കിലും എന്നെ കൊന്നേക്കേ. അങ്ങനെയെങ്കിലും നിന്റെ ദേഷ്യം മാറണമെങ്കിൽ മാറട്ടെ. എന്നാൽ എറിക്സി ഇവിടെയും ടെൻഷൻ അടിച്ച് പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ആ മെസ്സേജ് വരുന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കി അത് വായിക്കുകയാണ്.
എന്നാൽ അവൾ അതിനൊരു റീപ്ലൈ ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്. അതിൽ അവൾ വേവേൻ്റെ റൂമിലോട്ട് നോക്കി അങ്ങനെ സങ്കടപ്പെടും. ഇവിടെ കേവോ അവളുടെ റീപ്ലൈയും കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ റീപ്ലൈ ഒന്നും വരാത്തത് കണ്ട് അവനൊരു ദീർഘശ്വാസമൊക്കെ എടുത്ത് സോഫയിലിരുന്ന് പൂച്ചയോട് പറയും, എൻ്റെ കിറ്റി, നിൻ്റെ അപ്പി ക്ലീനർ ശരിക്കും നമ്മളെ വിട്ടു പോയോ എന്നൊക്കെ പറഞ്ഞ് അതിനെ തലോടാണ്. ഒരു മിനിറ്റ്, എനിക്ക് അതിനേക്കാളും ഒരു പ്രധാനപ്പെട്ട കാര്യം സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ. ഇരാനും ഫ്രണ്ടും നടന്നു വരികയാണ്. അതിൽ ഫ്രണ്ട് ചോദിക്കും, ഇരാൻ, നീ സത്യം പറ, എൻ്റെ ഫോണിൽ നിന്ന് നീയല്ലേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്? അല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇതെന്തൊരു മറിമായം, പെട്ടെന്ന് എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ മാത്രം അങ്ങ് മാഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, നീ ആ വീഡിയോ കണ്ടപ്പോൾ എന്തായിരുന്നു അവൻ്റെ റിയാക്ഷൻ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല. അവൻ എന്നോട് ചോദിച്ചു എനിക്കിതെവിടുന്ന ഈ വീഡിയോ കിട്ടിയതെന്ന്. ഞാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ അവൻ എന്നെ കൊണ്ട് ആ വീഡിയോ നിർബന്ധിച്ച് എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റും ചെയ്യിപ്പിച്ചു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്നാലും അവൻ എന്തായിരിക്കും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുക? നമ്മുടെ അടുത്താണെങ്കിൽ ഇനി ആ വീഡിയോൻ്റെ ഒരു കോപ്പി പോലും ഇല്ല. അവൻ കണ്ടല്ലോ, അത് മതി, ബാക്കി അവൻ ചെയ്തോളും. ശരിയാ, അവർ ഇപ്പോൾ ബ്രേക്കപ്പിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം സമാധാനിച്ച് ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് കേവോ വിളിക്കുന്നത്. അവൾ ഫോൺ നോക്കിയിട്ട്, കേവോയോ, ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നിട്ട് അവൾ ഫോൺ എടുത്തിട്ട് പറയും, കേവോ, എന്താ കാര്യം? നാളെ രാവിലെ 10 മണിക്ക് നീ ഇരാനെയും കൂട്ടി കോളേജ് ഗേറ്റിൻ്റെ അവിടെ വരണം. അത് കേട്ട് ഫ്രണ്ട് ദേഷ്യം പിടിച്ചിട്ട്, നീ എന്താ ആജ്ഞാപിക്കുകയാണോ? ഇങ്ങനെയൊക്കെ ഓർഡർ ഇട്ടാൽ ഞാൻ വരണോ വരണ്ടേ ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. നീ സ്വകാര്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് സ്പ്രെഡാക്കി ബാക്കിയുള്ളവരെ നാണം കെടുത്തിയ ആളല്ലേ? അങ്ങനെയുള്ള നിന്നോട് ഞാൻ ഇനി എങ്ങനെ പറയണം? കാല് പിടിച്ച് കേഴണോ? പിന്നെ നാളെ രാവിലെ നിന്നെങ്ങാനും അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൻ കട്ട് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ പറഞ്ഞ പോലെ വന്ന് 2 പേരും കാവോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൽ ഫ്രണ്ട് പറയും, ഇരാൻ, എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ കാവോൻ്റെ ഫാമിലി ഭയങ്കര ഹോൾഡുള്ള ആൾക്കാരാണ്. അവൻ എന്തെങ്കിലും രീതിയിൽ എന്നോട് പ്രതികാരം ചെയ്യുമോ? നീ വീഡിയോ എടുത്തത് തെറ്റാണ്, പക്ഷെ നീ വീഡിയോ എടുക്കാനുണ്ടായ കാരണം നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല. എന്നാലും കാവോക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണ് ആ വീഡിയോ എടുത്തതെന്ന്? ഇനി നീ എങ്ങാനും പറഞ്ഞതാവോ? അത് കേട്ട് ഇരാൻ ഒന്ന് ചിരിച്ചിട്ട് ആകാംക്ഷയോട് ചോദിക്കും, ശരിയാ, നമുക്കെന്നാ അങ്ങനെ വിചാരിച്ചൂടെ? നീ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കാവോനോട് ചോദിച്ചു. അപ്പോൾ അവൻ അത് വിശ്വസിച്ചു അല്ലേ? വിശ്വസിക്കാതിരിക്കുവോ? ഒരു സോളിഡ് എവിഡൻസ് അല്ലേ അത്? എന്നാലും കേവോ എന്തിനാകും നമ്മളോട് 2 പേരോടും ഇവിടെ തന്നെ വരാൻ പറഞ്ഞത്? ഇനി അവൻ അഥവാ എന്തെങ്കിലും ഹാർഡായിട്ട് നിന്നോട് പറയാൻ വന്നാൽ അപ്പോൾ തന്നെ സോറി അങ്ങോട്ട് പറഞ്ഞേക്ക്, അതിൽ അവൻ വീണോളും. അത് കേട്ട് ഫ്രണ്ട് ശരി എന്നൊക്കെ തലയാട്ടും. എന്നിട്ട് അവരങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കേവോ വരും. അവൻ വന്ന പാടെ ഫ്രണ്ട് ചിരിച്ചുകൊണ്ട് സോപ്പിടാൻ തുടങ്ങും. കേവോ, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? ഞങ്ങൾ എത്ര നേരമായി നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. നീ ഞങ്ങളെ ഈ വെയിലത്ത് നിർത്തിയിട്ട് നിനക്കൊരു സങ്കടവും തോന്നുന്നില്ലേ? അതിൽ കേവോ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് നന്നായി അറിയാലോ ഞാൻ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്. അപ്പോൾ പിന്നെ വല്ലാതെ കൊഞ്ചിക്കൊണ്ട് വർത്താനം പറഞ്ഞെന്ന് വെച്ച് ഒരു കാര്യവുമില്ല. അത് കേട്ട് അവരൊന്ന് പേടിക്കും. എന്നിട്ട് ഫ്രണ്ട് പറയും, ശരിയാ, ഞാൻ ആ വീഡിയോ എടുത്തത് തെറ്റാണ്, പക്ഷേ ഞാനത് മനഃപൂർവ്വം എടുത്തതല്ല, ആക്സിഡൻ്റലി ആയി പോയതാണ്. എന്നാലും ഞാൻ ചെയ്ത തെറ്റിന് നിന്നോട് സോറി പറയുന്നു. സോറി, പ്ലീസ് എന്നോട് ക്ഷമിക്ക്. അതിൽ ഇരാനും അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തുടങ്ങും, കേവോ, അവളോട് ക്ഷമിച്ചേക്ക്, അവൾ ചെയ്തത് തെറ്റാണ്, ഞാനും സമ്മതിച്ചു. ആ വേവെ നിങ്ങളെ 2 പേരെയും ഒരുപോലെ പറ്റിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് കേട്ട് കേവോ ഒന്ന് പുച്ഛിച്ചുകൊണ്ട്, ഇരാൻ, നിനക്ക് നെയ്നെ ഇഷ്ടമാണല്ലേ? നിനക്ക് അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് അവളെ അടുത്ത് നിന്നും നെയ്നെ അകറ്റണം, അതാണല്ലേ നിന്റെ ഉദ്ദേശം? എന്തായാലും നിങ്ങളുടെ ഐഡിയ കൊള്ളാം, പക്ഷെ നേക്സിയോ പോലുള്ള ഒരാൾ ഇത്രയും സ്റ്റുപ്പിഡായ നിൻ്റെ അടുത്തോട്ടൊന്നും ഒരിക്കലും വരില്ല. നീ അതിന് വെച്ച വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അത് കേട്ട് ഇരാനും ദേഷ്യം കയറുന്നുണ്ട്. അതിൽ ഫ്രണ്ട് അവളെ പിടിച്ചു വെച്ചിട്ട്, നീ എന്തൊക്കെയാ കേവോ ഈ പറയുന്നത്? ഒരു പെണ്ണിനോട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ നീയൊക്കെ വിവരമറിഞ്ഞേനെ. പിന്നെ ഞാൻ നിങ്ങളെ വാൺ ചെയ്യാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ വേവേനെ പറ്റി വല്ല റൂമേഴ്സും ഉണ്ടാക്കി പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ നന്നായി അറിയും. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ അവളെ കൂടെയാണല്ലേ? നിന്നെപ്പോലെയുള്ള ഒരു ജീനിയസിന് എങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുന്നത്? നീ തന്നെയല്ലേ ആ വീഡിയോയിൽ പറഞ്ഞത് അവൾ 2 പേരെയും കൊണ്ട് നടക്കുകയാണെന്ന്? അതെനിക്ക് ആള് മാറിയതാണ്. അത് കേട്ട് അവർ ഷോക്കായിട്ട്, ആള് മാറിയതോ? അത് വേവേ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതാരാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ മറക്കണ്ട, നിങ്ങളെങ്ങാനും മറന്നാൽ എന്നും പറഞ്ഞ് അവൻ ഒന്നുകൂടെ താക്കീത് ചെയ്തു പോകുകയാണ്. ഒരു കാര്യം കൂടി, നിനക്ക് വേണമെങ്കിൽ എത്ര പയ്യന്മാരെ വീഴ്ത്തിക്കോ, പക്ഷേ ഇത്ര വൃത്തികെട്ട ട്രിക്ക് കൊണ്ട് നിനക്ക് തന്നെ നാണം വരുന്നില്ലേ എന്നും പറഞ്ഞ് അവന് പോകും. ഇരാൻ്റെ കൺട്രോളെല്ലാം പോയി അവൻ്റെ നേരക്ക് അവൾ പോകുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് അവളെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൻ പോയി. ഇരാനാണെങ്കിൽ ഇവിടെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്.
ഇവിടെ നെയ് അവൻ്റെ വർക്കൊക്കെ ചെയ്യാണ്. വേവയും അവൻ്റെ കൂടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ബോറടിച്ച് അവൾ സോഫയിൽ കിടന്ന് നെയ് വർക്ക് ചെയ്യുന്നത് നോക്കി അങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നെയ് നോക്കിയപ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതിൽ നെയ് അവളെ പുതച്ചു കൊടുക്കാൻ വേണ്ടി പുതപ്പിന് പോയി. ആ സമയം ഷാവോ ഗെയിമിൽ വേവേ ഓൺലൈനായി ഇരിക്കുന്നത് കണ്ടിട്ട് അവൻ കുതിരപ്പുറത്ത് അവളുടെ അടുത്തോട്ട് വരും. എന്നിട്ട് അവൻ ടൈപ്പ് ചെയ്യും, ലൂ വേവേ, നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ഇവിടെ നെയ് അവളെ പുതച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ മെസ്സേജ് വരുന്നത്. അത് കണ്ട് അവൻ ലാപ്പ് എടുക്കും. ലൂ വേവേ, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെ ആയിരുന്നു നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ. നല്ല രസമായിരുന്നല്ലേ? നമ്മുടെ മിഷൻ തീർക്കാനുള്ള ഓട്ടവും മോൺസ്റ്റേഴ്സിനായിട്ടുള്ള ഫൈറ്റും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നീ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് പാർട്ട്ണർ എന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ഓരോന്ന് അയക്കുകയാണ്. നെയ് ആണെങ്കിൽ അതെല്ലാം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അവളുടെ റീപ്ലൈ ഒന്നും കാണാത്തത് കൊണ്ട് അവൻ ഡൗട്ട് അടിക്കാണ്. ലൂ വേവേ, നീ എവിടെ? ഗെയിമിൽ ഓൺലൈനായി എവിടേക്കെങ്കിലും പോയതാണോ? അത് കേട്ട് നെയ് ചിരിച്ചിട്ട് എന്നിട്ട് അവനൊന്ന് മൂവ് ചെയ്യിക്കാണ്. അതിൽ അവൾ അനങ്ങുന്നത് കണ്ട് വേവേ അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ച് വീണ്ടും സന്തോഷത്തോടെ ഷാവോ പറയാൻ തുടങ്ങും, ലൂ വേവേ, ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി ആക്ച്വലി എങ്ങനത്തെ പെണ്ണിനെയാണ് എനിക്ക് വേണ്ടതെന്ന്. തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ ലൂ വേവേ. എൻ്റെ അടുത്ത് നിന്നും ഒരു ചെറിയ തെറ്റ് പറ്റി. നീ എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ചതിലൊക്കെ എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് വൈകിപ്പോയില്ലേ. എന്നിട്ട് അവൻ ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യും, പ്ലീസ് വേവേ, നീ എല്ലാം മറന്ന് എനിക്ക് ഒരു ചാൻസ് കൂടെ തരുമോ? അത് കേട്ട് നെയ് ടൈപ്പ് ചെയ്യും, ഞാൻ ഇക്സിയോ നായ്ഹേ. അത് കണ്ട് അവൻ ഷോക്കാകാണ്. ഇക്സിയോ നായ്ഹേയോ? എന്നിട്ട് അവൻക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് അലറുകയാണ്. അതിൻ്റെ ഇടയിൽ വേവേ ഉണരും. നെയ്യിൻ്റെ കയ്യിൽ അവളുടെ ലാപ്ടോപ്പ് കാണാണ്. എന്നിട്ട് അവൾ സാവധാനം എഴുന്നേൽക്കും. നെയ് അവളുടെ ലാപ്ടോപ്പ് തിരിച്ച് അവൾക്ക് തന്നെ കൊടുക്കും. അതിൽ അവൾ അതൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ എന്താ? ഞങ്ങൾ വെറുതെ നൊസ്റ്റാൾജിയ അഴവർത്തതാ. അത് കേട്ട് വേവേ ചിരിക്കും. നീ അവനെ പിന്നെ കണ്ടിരുന്നോ? അതെ, ഇന്നലെ കണ്ടിരുന്നു. അവൻ എറിക്സിൻ്റെ അടുത്തു നിന്ന് എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ച് തിരഞ്ഞു വന്നിരുന്നു. അവൻക്ക് എൻ്റെ പേരറിയാം എന്നൊക്കെ കള്ളം പറഞ്ഞു. എനിക്ക് എറിക്സിയെ നന്നായി അറിയാം. ഞങ്ങളൊന്ന് വഴക്കിട്ടു എന്ന് വിചാരിച്ച് അവൾ ഒരിക്കലും എന്നെ ഒറ്റിക്കൊടുക്കില്ല. ഞാൻ വെറുതെ അവനൊന്ന് പരീക്ഷിച്ച് നോക്കി. ആ പരീക്ഷണത്തിൽ അവൻ തോൽക്കുകയും ചെയ്തു. അത് കേട്ട് നെയ് അവൾ അടുത്തോട്ട് വന്നിരുന്നിട്ട് ചോദിക്കും, എന്നിട്ട് നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ഞാനത് മറന്നു. ഞാൻ അത്രയ്ക്ക് സിമ്പിളായിട്ടല്ലേ ആ പ്രശ്നം സോൾവ് ചെയ്തത്. സിമ്പിളായാലും ഹാർഡായാലും നീ എന്നോട് എല്ലാം പറയണം, ഒന്നും മറച്ചു വെക്കരുത്. അത് കേട്ട് വേവയും നെയ് ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്നിട്ട് പറയും, ഓ അങ്ങനെയാണോ? എന്നാൽ അത് നിനക്കും ബാധകമാ. നീയും എന്നോട് എല്ലാം തുറന്നു പറയണം. അത് കേട്ട് നെയ് ചിരിച്ചോണ്ട് പറയും, എന്നാൽ നീ ഇനി പറയണമെന്നില്ല, എല്ലാം മറന്നേക്ക്. ഞാൻ ഇങ്ങനെ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചേക്ക് എന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കാണ്. അത് കേട്ട് വേവ ചിരിച്ചോണ്ട് പറയും, എനിക്കിതൊക്കെ കണ്ടിട്ടേ ഞാൻ ബോയ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തതിൽ തെറ്റ് പറ്റിയോ എന്നൊരു സംശയം. അത് കേട്ട് നെയ് ചിരിച്ചിട്ട്, യെസ്, പക്ഷേ എനിക്ക് നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നും പറഞ്ഞ് അവളെ കവിളിൽ പിച്ചാണ്. എന്നിട്ട് അവൻ്റെ നെറ്റി കൊണ്ട് അവളെ നെറ്റിയിൽ ഒരു മുട്ടും കൊടുക്കും. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഷാവോക്ക് ആകെ ഹാലിളകി അവൻ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയിട്ട്, അപ്പോൾ ഇക്സിയോ നേഹിയാണല്ലേ ഇക്സിയോ? അവൻ ഷീടെക്കിൻ്റെ വലിയൊരു കുണാൻഡ്ര എന്ന് വെച്ച് എനിക്ക് അവൻ വെറും ഒരു പുഴുവാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പല്ലിറുമ്പുകയാണ്. ഇനി സ്ത്രീ വിരോധിയെ ജെനി ടെക്കിൻ്റെ ടീം ഭീഷണിപ്പെടുത്തി നെയ്ൻ്റെ കമ്പനിയിലെ അവരുടെ പ്ലാന് ഫുള്ള് ചോർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൽ അവൻ പേടിച്ചുകൊണ്ട് പറയും, എനിക്ക് നെയ്ൻ്റെ കമ്പ്യൂട്ടർ ക്രാക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒന്നും എടുത്തു തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവൻ്റെ കമ്പ്യൂട്ടറിൽ അവൻ ഭയങ്കര സെക്യൂരിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അവർ പറയും, എന്നാൽ നിനക്ക് അറിയാവുന്ന ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് ഇങ്ങ് പറഞ്ഞുതാ, അല്ലാതെ നിനക്ക് വേറെ ഒരു വഴിയുമില്ല. അത് കേട്ട് അവൻ പേടിച്ചുകൊണ്ട് ഫുള്ള് ഡീറ്റെയിൽസും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ നേരെ വന്ന് അതെല്ലാം അങ്കിളിനോട് പറഞ്ഞു കൊടുക്കും. അവർ ഈ പോക്ക് പോകുകയാണെങ്കിൽ ഈ സെപ്റ്റംബർ 15 തന്നെ അവർ ആ ഡെമോ കംപ്ലീറ്റ് ചെയ്യും. അത് കേട്ട് അങ്കിൾ ടെൻഷൻ അടിച്ച് ചാടി എണീറ്റിട്ട്, അതിന് ഞാൻ സമ്മതിക്കില്ല, അവരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. അതിന് എന്താ ഒരു വഴി? എന്നാൽ ഒരു കാര്യം ചെയ്താലോ? നമ്മളെ ഡെമോ ഓൾറെഡി കംപ്ലീറ്റ് ആയില്ലേ? എന്നാൽ ഞാൻ ഫാങ്ടൺ ടെക്കിലെ സ്റ്റാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ ഡേറ്റ് മുന്നോട്ടേക്ക് നീട്ടിച്ചാലോ? അത് കേട്ട് മറ്റേ ആളും ഹാപ്പിയായി, ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഷാവോ നേരത്തെ സംഭവിച്ചതിൻ്റെ ഒക്കെ ഹാങ് ഓവറിൽ കയറി വന്നിട്ട്, ഡാഡി, നമ്മുടെ ആ ഡെമോ എന്തായി? അത് കേട്ട് അച്ഛൻക്കും മറ്റേ ആൾക്കും അവനോടൊരു പുച്ഛം തോന്നിയിട്ട്, എന്നാൽ നീ പോയിക്കോ എന്നും പറഞ്ഞ് അങ്കിള് അയാളെ പറഞ്ഞയക്കും. ഡാഡി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ആ ഡെമോ എന്തായെന്ന്? എന്നാൽ ഡാഡി പറയും, എന്താ മോനെ, ഈ വീക്കെൻഡിൽ നിനക്ക് കമ്പനിയിൽ കാര്യം? സാധാരണ വർക്കിംഗ് ഡേയ്സിൽ പോലും വരാതെ മുങ്ങി നടക്കലാണല്ലോ നിൻ്റെ പതിവ്. ഡാഡി, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, എന്തായി, ആ ഡെമോ കഴിഞ്ഞോ? അത് കേട്ട് അച്ഛൻക്ക് ദേഷ്യം പിടിച്ചിട്ട്, നീ എത്ര കാലമായി ഇവിടെ വെറുതെ കയറി ഇറങ്ങി നടക്കുന്നു? ഈ ഒരു പ്രൊജക്റ്റിനോട് മാത്രം എന്താ ഇത്രയും ഒരു ആത്മാർത്ഥത? ഡാഡി, ആ പ്രൊജക്റ്റ് എന്നെ ഏൽപ്പിക്കേ, എനിക്ക് ഉറപ്പാ നമുക്ക് ആ ഷീടെക്കിനെ തോൽപ്പിക്കാൻ പറ്റും.
നിന്നെയോ? നീ അത് വേറെന്തെങ്കിലും പ്രോബ്ലം ആക്കി തരും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഞാൻ അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇറങ്ങിയത് മുതൽ കളിക്കുന്ന ഒരാളാണ്. എന്നെക്കാളും അപ്പുറം ഇവിടെ ആ ഗെയിമിനെ പറ്റി ആർക്ക് പറയാൻ കഴിയും? അത് കേട്ട് അച്ഛനൊന്ന് സ്റ്റക്കാകണേ. ഡാഡി പ്ലീസ് എന്നെയും കൂടെ ആ ടീമിലൊന്ന് ജോയിൻ ചെയ്യിക്കണം. എനിക്ക് ആ നേക് സിയോനോട് പകരം വീട്ടണം. എന്നാൽ അവൻ്റെ വാശി കണ്ടിട്ട് ഡാഡിക്കും സന്തോഷമായിട്ട് കൈയൊക്കെ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് മൈ ഡിയർ സൺ, നിനക്ക് ഇപ്പോഴെങ്കിലും കുറച്ച് ബോധം വന്നല്ലോ എന്നും പറഞ്ഞ് അവനെ പൊക്കി അടിക്കണേ. അങ്ങനെ അവനെ അതിൻ്റെ ഇൻചാർജ് ആക്കി. എന്നിട്ട് അവരുണ്ടാക്കിയ ഡെമോ ഷാവോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവൻ അത് കണ്ടിട്ട് അവൻക്ക് അത്ര തൃപ്തിയായില്ല. ഞങ്ങൾ ഇത്രയും ക്യാഷ് മുടക്കിയിട്ട് ഇതാണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നും പറഞ്ഞ് സ്റ്റാഫിനൊക്കെ വഴക്ക് പറയാണ്. ആ ഗെയിം കളിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിത് കണ്ടിട്ട് ഒരു പുതുമയുമില്ല, ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയും കാണുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് 1 വർഷമായി ഈ ഗെയിം കളിക്കുന്നു, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അവൻ അവൻ്റെ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഒരുത്തൻ പറയും, സാർ പക്ഷേ നമുക്ക് ഇനി ആകെ 1 മാസം പോലും ടൈമില്ല, അത്ര ചുരുങ്ങിയ ടൈം കൊണ്ട് പുതിയതൊന്നും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഷാവോ പൊട്ടിത്തെറിച്ചിട്ട് അതൊന്നും എനിക്ക് കേൾക്കണ്ട, ജോലിക്കാരുടെ കുറവാണെങ്കിൽ പുതിയ ആളുകളെ എടുക്ക് അർജൻറ്റായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടാണ്. എന്നാൽ അതൊക്കെ കണ്ടിട്ട് അങ്കിളിന് ഇവിടെ സന്തോഷമായി. മകനെ പറ്റി നല്ല മതിപ്പൊക്കെ വരികയാണ്. പാവം അങ്ങേര് വിചാരിച്ചിരിക്കുന്നത് മകൻ നന്നായി പോയെന്നാ. ഒപ്പമുള്ള ആളും അവനെ നന്നായി പൊക്കി പറയുന്നുണ്ട്. ഇനി ഇവിടെ നെയ് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വരും, ഫെങ്ടൺ ടെക് ഡെമോൻ്റെ ദിവസം കുറച്ചെന്ന് പറഞ്ഞിട്ട്. അത് കണ്ട് നെയ് ആകെ ടെൻഷനാകും. എന്നിട്ട് സ്റ്റാഫിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒരു മീറ്റിങ്ങിന് റെഡിയാകണം. അതോടുകൂടി എപ്പിസോഡ് 25 കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.